ഹിന്ദിയിലെ തോ പറച്ചിൽ അറിയണോ? ഈ വീഡിയോ കണ്ടാൽ മതി. ഒരു പൂർണ്ണ അർത്ഥം തരാത്ത തോ ഒരു വാക്കിൻ്റെ അംശമായി വന്ന് ഒരു പൂർണ്ണ അർത്ഥം തരുവാൻ ഇടയാകുന്നു. ഒരു പൂർണ്ണ അർത്ഥം തരാത്ത തോ വാക്കിൻ്റെ ഒരു ഭാഗമായി വന്ന് അത് വാക്കിന് മാറ്റുകൂട്ടുന്നു. ഈ തോ ഉപയോഗിച്ചു വരുന്നത് പല വിധത്തിലാണ്. ആദ്യമായിട്ട് നോക്കാം. ഉടക്കി പറയുമ്പോൾ, ഉടക്കി പറയാൻ വേണ്ടിയിട്ടല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? നമുക്കറിയാം, ഉടക്കി പറയുന്നവരുമുണ്ട്, ഒഴിഞ്ഞു മാറുന്നവരുമുണ്ട്. എന്താടാ എന്ന് ചോദിച്ചാൽ ഏതാടാന്ന് ചോദിക്കും. അത് ഈ പിള്ളേർ സെറ്റ്, അധികം പരിപക്വത വരാത്തവരുടെ അല്ലെങ്കിൽ ചെറിയ പണികളൊക്കെ ചെയ്യുന്നവരുടെ ഇടയിലാണ് അങ്ങനെയുള്ളതായ രീതി ഉള്ളത്. എന്നാൽ നമ്മേക്കാൾ വിദ്യാഭ്യാസവും വിവരവും ബുദ്ധിയുമൊക്കെ ഉള്ളവർ തൽക്കാലം ഒഴിഞ്ഞു മാറി ഉന്നതമായ രീതിയിലാണ് പിന്നെ അവരത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നാം ഏതനുകരിക്കും? ഉടക്കി പറച്ചിലിൽ തോ എങ്ങനെ വരുന്നു അതറിയാനായിട്ട് ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. നാം ഒരാളോട് പറയുകയാണെന്ന് കരുതുക, തും ഏ കാം കർനാ ഹൈ, അല്ലെങ്കിൽ തും ഏ കാം കരോ, ഏ കാം കർനാ ഹി പടേഗ. ഇങ്ങനെ അല്പം നിർബന്ധം ചെലുത്തിക്കൊണ്ട് നാം പറയുമ്പോൾ അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. അപ്പോൾ നഹി കരേഗ തോ ക്യാ കരോഗെ, ചെയ്തില്ലെങ്കിൽ എന്തു ചെയ്യും എന്നുള്ള ഉത്തരമാണ്. അപ്പോൾ തോ അങ്ങനെ ഉപയോഗിച്ചു വരുന്നു. നഹി കരേഗ തോ ക്യാ കരേഗ, ക്യാ കർ സക്താ ഹൈ, ക്യാ കർ പായെങ്കെ, ക്യാ കർ ലോഗെ. ഇങ്ങനെ പല രീതിയിൽ ഉടക്കി പറയുമ്പോൾ മാത്രമല്ല, ഉപദേശം നൽകുമ്പോഴും തോ ചേർത്ത് പറയാം. പെട്ടെന്ന് പോ, അല്ലെങ്കിൽ വണ്ടി കിട്ടില്ല. ജൽദി ജാ, നഹി തോ ഗാഡി ന മിലേഗ. പിന്നെ മറ്റൊരു രീതിയാണ്, ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറയുകയാണ്, ഇടയ്ക്ക് വെച്ച് അങ്ങ് നിർത്തി പിന്നെ നമുക്കറിയാനുള്ളതായിട്ട് ആഗ്രഹം വരുമ്പോൾ തോ ഫിർ ക്യാ ഹുവ, അങ്ങോട്ട് പറ എന്നുള്ള അർത്ഥത്തിൽ തോ ഫിർ ക്യാ ഹുവ, ഉസ്കെ ബാദ് എന്തായി, അതിനുശേഷം എന്തായി, തോ ക്യാ ഹുവ. ഒരുത്തൻ മറ്റൊരുത്തനോട് പറയുകയാണെന്ന് കരുതുക, ഇന്നലെ എനിക്ക് നല്ല വിശപ്പായിരുന്നു, ലേക്കിൻ. ഇന്നലെ എനിക്ക് നല്ല വിശപ്പായിരുന്നു, എന്നാൽ കൽ മുझे बहुत भूख था, ലേക്കിൻ. ഈ ലേക്കിൻ പറഞ്ഞ് നിർത്തിയാൽ വാക്യം പൂർണ്ണമല്ലല്ലോ. അപ്പോൾ മറ്റൊരുത്തന് ചോദിക്കാം, ആരോടാ പറഞ്ഞത്? അവന് ചോദിക്കാം പൂർണ്ണമായിട്ട് അറിയാൻ വേണ്ടി, തോ ഫിർ ക്യാ ഹുവ. ഇനിയും എതിർത്ത് പറയുമ്പോൾ തോ ചേർത്ത് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് എ ബിയോട്, നീ നാളെ വരണം, വന്നേ പറ്റൂ. തു കൽ ആന, ആനൈ പടേക. ഒരു നിർബന്ധ ബുദ്ധിയോടെ പറയുമ്പോൾ നഹി ആയേഗ തോ ക്യാ കരേഗ, നഹി ആയേഗ തോ ക്യാ കരേഗ, അല്ലെങ്കിൽ മേൻ തോ നഹി ആവൂങ്ക. ഇങ്ങനെ പറയാം. നിർബന്ധമായി എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അതെന്തെങ്കിലും കാരണം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ മേ തോ ചേർത്ത് നഹി ചേർത്ത് വാക്യം പൂർണ്ണമാക്കാം. മേൻ തോ നഹി ദേഖൂങ്ക, മേൻ തോ നഹി ബോലൂങ്ക, മേൻ തോ നഹി ജാവൂങ്ക, മേൻ തോ നഹി ബുലാവൂങ്ക. പോസിറ്റീവായിട്ട് ഉപയോഗിക്കണം. ഇപ്പോൾ ആരെങ്കിലും പറയുകയാണ്, നീ പഠിക്കേണ്ട, തും മത് പഠ്, ഞാൻ പഠിക്കും, മേൻ തോ പഠൂങ്ക. ഇങ്ങനെ പോസിറ്റീവായിട്ട് ഉള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുക. പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക നല്ലൊരു കാര്യമാണ്, ആഗ്രഹിക്കുന്ന കാര്യമാണ്. വിലക്കുണ്ടാകുമ്പോൾ മേൻ തോ കരൂങ്ക, മേൻ തോ ജാവൂങ്ക, മേൻ തോ ദേഖൂ. ഇനിയും കണ്ടീഷനായി പറയുമ്പോൾ രണ്ട് ക്രിയകളുടെ ഇടയ്ക്ക് തോ വരാം. ആയേഗ തോ ജാവൂങ്ക, വന്നാൽ പോകും. തു ആയേഗ തോ മേൻ ജാവൂങ്ക, നീ വന്നാൽ ഞാൻ പോകും. കൽ തു ആയേഗ തോ
പർസൂമേൻ ജാവുങ്ക, നാളെ നീ വന്നാൽ മറ്റന്നാൾ ഞാൻ പോകും. അഗർ എന്ന ഹിന്ദി വാക്കിനോട് കൂടെയും തോ വരാം. അഗർ തു ബോലേഗ तो मैं समझ जाऊंगा, समझेंगे. ഈ പറഞ്ഞാൽ എനിക്കറിയാം അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന്. അഗറിനോട് കൂടെ തോ വന്നതുപോലെ ഫിർ എന്ന വാക്കിനോട് കൂടെയും തോ വരാം. ഫിർ തോ. തും ബീമാർ ഹോ തോ ഫിർ യേ കാം കൈസെ കരേഗാ. തോ ഫിർ. തും ബീമാർ ഹേ തോ ഫിർ യേ കാം കൈസെ കരേഗാ. നിനക്ക് അസുഖമാണെങ്കിൽ ഈ ജോലി എങ്ങനെ ചെയ്യാൻ, ഈ പണി എങ്ങനെ ചെയ്യാൻ കഴിയും. ഇതുപോലെ തോ ഭി വാക്യത്തിൽ വരുന്നുണ്ട്. വഹ് ബഹുത് കോഷിഷ് കിയ തോ ഭി സബൽ നഹീ ഹോ പായ. അയാൾ അല്ലെങ്കിൽ അവൻ വളരെ പരിശ്രമിച്ചിട്ടും സഫലത കിട്ടിയില്ല, സക്സസ് ആയില്ല. തോ ഭി എന്നിട്ടും, തോ ഫിർ പിന്നെ, അഗർ തോ ആണെങ്കിൽ. ഏതാണ്ട് ഇങ്ങനെയൊക്കെ ഹിന്ദിയിലെ തോ വിവിധ രീതികളിൽ ഉപയോഗിക്കുന്നു.